കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ഉച്ചയ്ക്ക് ദത്തൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് വർണ്ണ ഉറക്കം വന്നത്. എണീക്കട, സമയം കുറയായി. നീ പോയിക്കോ, ഞാൻ വന്നോളാം. അതെന്താ അങ്ങനെ? നീ എണീക്ക്. ദത്തൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. പോടാ. അവൾ പുതപ്പ് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോടാന്നോ? ഞാൻ വലിക്കട്ടെ. ദത്തൻ പുതപ്പിൽ പിടിച്ച് പതിയെ വലിച്ചു. എടാ ദുഷ്ട, വേണ്ടടാ പ്ലീസ്. വർണ്ണ ഉറക്കെ കയറി. ഒന്ന് പതിയെ പെണ്ണേ, അപ്പുറത്തിപ്പുറത്ത് വീടുകളുള്ളതാ. ദത്തൻ അവളുടെ വാമൊത്തി പിടിച്ചതും വർണ്ണയുടെ കണ്ണുകൾ പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ, എന്നെ ഞാൻ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇനി എന്നെ വഴി തിരിച്ചാൽ ചിലപ്പോൾ എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ചു പോകും. അവൻ പറയുന്നത് കേട്ട് വർണ്ണ കണ്ണുകൾ ഇറുകയടിച്ചു. അത് കണ്ട് ദത്തൻ അവളെ പുഞ്ചിരിയോടെ നോക്കി. ശേഷം അവളുടെ പുതപ്പിനുള്ളിലേക്ക് കയറി അവളുടെ മേലേക്ക് പതിയാൻ പറഞ്ഞു. വർണ്ണയുടെ ഹൃദയമിടിപ്പ് ദത്തന് അറിയുന്നുണ്ടായിരുന്നു. ദത്തൻ അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചിരി കൈകൾ കൊണ്ടും അവൾ ഇറുകപ്പുണർന്നു. കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ കിടന്ന് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ച ശേഷം അവൾ ഈ നകന്ന് മാറി. ദത്തൻ്റെ കുഞ്ഞിപ്പെണ്ണ് എണീറ്റേ, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, അതോ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ദത്തൻ ചോദിച്ചതും വർണ്ണ അവനെ നോക്കി പേടിപ്പിച്ചു. അയ്യോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കലടി, ഞാൻ നല്ല ഉദ്ദേശത്തിലാണ് ചോദിച്ചത്, വേണ്ടെങ്കിൽ വേണ്ട. അത് പറഞ്ഞ് ദത്തൻ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. വർണ്ണ ഫ്രഷായി റൂമിൽ നിന്ന് വരുമ്പോഴേക്കും ദത്തൻ ഫുഡ് എടുത്ത് വെച്ചിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ ദത്താ. അവൾ കൈ കൈകി ചേറിൽ വന്നിരുന്നു. ദത്തൻ കയ്യിലുള്ള പ്ലേറ്റിൽ ഫുഡുമായി അവളുടെ അരികിലേക്ക് വന്നിരുന്നു. ബിരിയാണിയാണോ? അവൾ അത്ഭുതത്തോടെ നോക്കി. ഇതെപ്പോ വാങ്ങി? കുറച്ച് മുമ്പ്, നീ ഉറങ്ങുന്ന സമയത്ത്. ദത്തൻ ബിരിയാണി വർണ്ണയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ കഴിച്ചോളാം ദത്താ. അത് വേണ്ട, ഞാൻ എൻ്റെ കുഞ്ഞിന് ഭാര്യ തരും. ദത്തൻ വീണ്ടും അവൾക്ക് ഭാര്യ കൊടുത്തു. ഒപ്പം അവനും കഴിക്കുന്നുണ്ട്. ഇതെന്താ, ചായ കുടിക്കുന്ന സമയത്താണ് നിങ്ങൾ കഴിക്കുന്നേ? ശബ്ദം കേട്ട് നോക്കുമ്പോൾ അടുക്കള ഭാഗത്ത് നിൽക്കുകയാണ് അനുവും വേണിയും. നിങ്ങളെപ്പോൾ വന്നു? ഇപ്പം വന്നുള്ളേട്ടാ, കുറേ നേരമായി ഉമ്മർത്തിന്ന് വിളിക്കുന്നു, ഒരനക്കവും ഇല്ല. അതാ അടുക്കള വഴി വന്നേ. ഭാര്യയും ഭർത്താവും കൂടി അടുക്കളയിൽ നിന്ന് റൊമാൻസാണോ? വേണി കളിയാക്കി വർണ്ണയുടെ അരികിലും വന്നിരുന്നു. ഇതെന്താ ബിരിയാണിയോ? വേണി അത് പറഞ്ഞ് തീർന്നതും മനു പ്ലേറ്റ് എടുത്ത് കൊണ്ടുവരലും വിളമ്പലും കഴിക്കലും തുടങ്ങിയിരുന്നു. ഒറ്റയ്ക്ക് കഴിക്കുന്നോടി പീത്തക്കാളി. വേണിയും ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അനുവും വേണിയും കൂടെയുള്ളത് കൊണ്ട് ദത്തൻ വാരി തരുന്നത് കണ്ട് വർണ്ണയ്ക്ക് ചമ്മൽ തോന്നിയെങ്കിലും ദത്തൻ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവനൊരു കൂസലുമില്ലാതെ വർണ്ണയെ കൊണ്ട് ആ പ്ലേറ്റിലെ ബിരിയാണി മൊത്തം തിരിച്ചു. ഏടോ, ഞാൻ ചോദിച്ചതെന്താന്ന് ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോൾ കഴിയൊന്നും തോന്നുന്നില്ല ശ്രീയേട്ടാ, ഒന്നെന്നെ മനസ്സിലാക്ക്, എന്നെങ്ങനെ നിർബന്ധിക്കാതെ. എന്നായാലും ഒരു ദിവസം ഇത് വേണം. അപ്പോൾ ഇപ്പം തന്നെ ഇതായിക്കൂടെ? ഇനിയും പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കണോ? അല്ല, പക്ഷെ ഇത്ര പെട്ടെന്ന്. എനിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ടല്ലേ നിമ്മിയെ നിർബന്ധിക്കുന്നത്. ശ്രീയേട്ടൻ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്, ഇനി എന്നെ നിർബന്ധിക്കല്ലേ. അത് കേട്ടത് ശ്രീ നിമ്മിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഡോറിൻ്റെ അരികിലെത്തിയതും അവനൊന്ന് നിന്നു. എടോ, താനിക്കെന്നെ എത്ര ചാടാ? ഞാൻ എൻ്റെ ഓഫീസിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ എന്നെ കെട്ടാമെന്നല്ലോ പറഞ്ഞത്. ശ്രീ അത് ചോദിച്ചത് നിമ്മി ഒന്ന് ഞെട്ടി. അത് കണ്ട് പുറത്തേക്ക് വന്ന് ചിരി കടിച്ചു പിടിച്ച് ശ്രീ പുറത്തേക്ക് പോയി. നിമ്മി വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കും എന്നതിനാലാണ് അവൾ ഓഫീസിലേക്ക് ശ്രീ വിളിച്ചത്. കുറച്ച് വൈകിയാണെങ്കിലും അവൾ സമ്മതിക്കുമെന്ന് ശ്രീക്ക് അറിയാമായിരുന്നു. വൈകുന്നേരത്തോടെ അനുവും ശിലുവും തിരിച്ചു പോയിരുന്നു. ഓഫീസിലെ വർക്കുകളെല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് അതിനെ തിരക്കിലായിരുന്നു ദത്തൻ. അവനെ വെറുതെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി വർണ്ണ അവൻ്റെ അരികിലേക്ക് പോയില്ല. ഉമ്മർത്ത സ്റ്റെപ്പിലായി താടിക്ക് കൈ കൊടുത്തിരുന്നു. ശരീരത്തിന് ആകെ ഒരു ക്ഷീണം പോലെ, ഒന്നിനും വയ്യ. അവൾ പുറത്തെ ഗാർഡനിലേക്ക് നോക്കിയിരുന്നു. വൈകുന്നേരമായതിനാൽ ഇരുട്ട് പറ്റാൻ തുടങ്ങിയിരുന്നു. ചെറുതായി വീശുന്ന കാറ്റിൽ പൂക്കളുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. ഓരോന്നും നോക്കി നോക്കി അവസാനം വർണ്ണയുടെ കണ്ണുകൾ ചേർന്ന് നിന്നത് മുറ്റത്തെ മാവിൽ പടർന്നു കയറിയ മുല്ലവള്ളിയിലാണ്. അതിൽ നിറയെ മുല്ലമുട്ടുകൾ വിരിയാറായി നിൽക്കുന്നു. അത് എഴുന്നേറ്റ് ചെന്ന് പറിക്കണമെന്നുണ്ടെങ്കിലും വയ്യ, ഒരു മടി പോലെ. അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. റൂമിൽ നിന്നും ഇറങ്ങി വന്ന ദത്തൻ വർണ്ണയെ കണ്ട് ഉമ്മറത്തേക്ക് വന്നു. വർണ്ണയുടെ അരികിലായി വന്നിരുന്നു. എന്താടാ മുഖം വല്ലാതിരിക്കുന്നേ? അവളെ കണ്ട് ദത്തൻ ചോദിച്ചു. ഒന്നുമില്ല ദത്താ. അവൾ ദത്തൻ്റെ തോളിലേക്ക് തലവെച്ച് കിടന്നു. ചെറുതായി പനിക്കുന്നുണ്ടല്ലോ കുഞ്ഞെ, എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. ദത്തൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി പറഞ്ഞു. വേണ്ട ദത്ത, നീ ഇങ്ങനെ എൻ്റെ കൂടെ ഇരുന്നാൽ മതി.
വർണ്ണവൻ്റെ മടിയിലേക്ക് തലവെച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ പനി വരൂടാ, സാരല്ല കേട്ടോ, റെസ്റ്റ് എടുത്താൽ മാറും. കുറവില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഡോക്ടറെ കാണാം. ഇദ്ദേഹത്തിൻ്റെ മോളുടെ പുറത്തേക്ക് തലവെച്ച് കിടന്നു. അല്ല കുഞ്ഞെ, നാളെ പോവേണ്ടേ നമുക്ക്? എങ്ങോട്ടതെത്താ? തറവാട്ടിലേക്കാണോ? അത്രയും നേരം വാടി തളർന്നിരുന്ന വർണ്ണ ചാടി എഴുന്നേറ്റു. അയ്യടി, ഇപ്പം അവിടെ എല്ലാ അസുഖവും മാറി. ഞാൻ കോളേജിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അത് കേട്ടതും അവളുടെ മുഖം വാങ്ങി. ആ പോവാം, തിങ്കളാഴ്ച ആവട്ടെ. തിങ്കളാഴ്ചയോ? അത് 4 മടക്കി മനസ്സിൽ വെച്ചാൽ മതി. നാളെ മുതൽ മര്യാദയ്ക്ക് പൊക്കോണം. എനിക്ക് വയ്യതെത്താ, പനിയാ. ഞാൻ സഹിച്ച് ക്ലാസ്സിൽ പോയാലും അത് പേടിക്കാനൊന്നും പകരില്ലേ. അതുകൊണ്ട് പനി മുഴുവൻ മാറിയിട്ട് ഞാൻ തിങ്കളാഴ്ച പോയിക്കോളാം. അതങ്ങനെ പകരുന്ന പനിയൊന്നുമല്ല. മര്യാദയ്ക്ക് നാളെ ക്ലാസ്സിൽ പോയിക്കോളാം. അത് പറയാൻ നീ എന്താ ഡോക്ടറോ? ഇത് പകരുന്നതാ. ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ ഈ പനി വരാൻ കാരണക്കാരൻ ഞാനാണല്ലോ. വർണ്ണയെ നോക്കി പറഞ്ഞതിന് അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. അവളുടെ കാതിലായി എന്തോ പറഞ്ഞതും വർണ്ണയുടെ മുഖത്ത് നാണം നിറഞ്ഞു. ഇപ്പോൾ കാണുന്നതെത്താ. അവൾ നാണത്തോടെ ദത്തൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ദത്തൻ്റെ ഇരു കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. ദത്ത, നമ്മൾ എന്നാ ഇനി തറവാടിലേക്ക് പോവാ? എൻ്റെ കുട്ടിക്ക് അവിടെ അത്ര ഇഷ്ടമാണോ? അവിടെ നല്ല രസമല്ലേ? ഷീലു, ഭദ്ര, ചേച്ചിമാർ, ഏട്ടന്മാർ, അമ്മ, ചെറിയമ്മ, മുത്തശ്ശി, പപ്പ, പിന്നെ ഇപ്പോൾ മാലതിയമ്മായി എന്നോട് മിണ്ടാൻ തുടങ്ങിയല്ലോ. എനിക്കവിടെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കുട്ടിയെ ഞാൻ അവിടെ കൊണ്ടാക്കി തരാം. അവിടെ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ഞാൻ ഒറ്റക്കോ? അപ്പോൾ നീയോ? ഞാനിവിടെ നിൽക്കും. എൻ്റെ വർക്കൊക്കെ ഇവിടെയല്ലേ. അതൊക്കെ അവിടേക്ക് ആക്കിക്കൂടെ? നീയില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റക്ക്? അതിനെന്താ, ഞാൻ മാസത്തിൽ 2 ദിവസം വരാം. പറ്റില്ല, എനിക്ക് നീയില്ലാതെ പറ്റില്ല തേത്താ. എനിക്ക് ശ്വാസം വിടുന്ന പോലെ തോന്നും, സങ്കടം വരും. വിരുമ്പലോടെ പറഞ്ഞ് വർണ്ണവനെ ചുറ്റിപ്പിടിച്ചു. അയ്യടാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ അങ്ങോട്ട് വിട്ടേക്കാൻ പോവല്ലേ? നിന്റെ മനസ്സറിയാൻ ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പം ഞാനില്ലെങ്കിൽ നിനക്ക് സങ്കടമാകുമോ? ഏയ്, സങ്കടമൊന്നും ആവില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ മരിച്ചു പോവും. എൻ്റെ ജീവൻ പോലെ ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിലല്ലേ. അപ്പം നീ എടുത്തില്ലെങ്കിൽ ഞാനുണ്ടോ? നീ പോയാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? അവളെ തന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ ആ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു ദത്തിന് വർണ്ണയോടുള്ള അടങ്ങാത്ത പ്രണയവും വാത്സല്യവും. ദത്തിൻ്റെ തോളിൽ തലവെച്ചിരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് 2 പേര് വരുന്നത് കണ്ടത്. ദത്തിനും വർണ്ണയും ഇരുന്നിരുന്ന് എഴുന്നേറ്റു. ഇന്നലെ വന്നു എന്നറിഞ്ഞു, പക്ഷെ വരാൻ പറ്റിയില്ല. എടാ സനൂപേ, നീ ആളാകെ മാറിപ്പോയല്ലോ. ജിത്തു പറഞ്ഞിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ദത്തൻ സനൂപിൻ്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു. എന്നാൽ അവൻ ആകെ അന്തപ്പെട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ ദത്തനെ പേടിച്ചിട്ടാണ് അവൻ ഇന്നലെ വരാതിരുന്നത് പോലും. പക്ഷെ ഇപ്പോഴത്തെ ദത്തൻ്റെ ചിരിയും സംസാരവും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതാണോ വൈഫ്? ദത്തൻ തോള് കുലുക്കി ചോദിച്ചപ്പോഴാണ് അവൻ സ്വഭാവത്തിലേക്ക് വന്നത്. അതെ, അശ്വതി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് ഒളിച്ചോടി കല്യാണം കഴിക്കേണ്ടി വന്നു. അവൻ ചമ്മലോടെ പറഞ്ഞു. അശ്വതി, ഇത് ദേവദത്തൻ, ഇത് വർണ്ണ. പെങ്ങളെ, ഇതെൻ്റെ ഭാര്യ അശ്വതി. അവർ അനൂപ് പരസ്പരം പരിചയപ്പെടുത്തി. നിന്ന് സംസാരിക്കാതെ അകത്തേക്ക് പോവാ. ദത്തനെ അവരെ വിളിച്ച് അകത്തേക്ക് നടന്നു. വർണ്ണ വേഗം നിന്ന് ചായ ഉണ്ടാക്കി 3 ഗ്ലാസ് ചായയുമായി അവരുടെ അരികിലേക്ക് വന്നു. പെങ്ങളപ്പോൾ പഠിപ്പ് നിർത്തിയോ? അനുവിൻ്റെയും വേടിയുടെ കൂടെ കണ്ടില്ല. ഏയ് ഇല്ല, നാളെ മുതൽ പോകണം. നാട്ടിൽ പോയ കാരണം 2-3 ആഴ്ച ക്ലാസ് പോയി കിട്ടി. ദത്തനാണ് ഉത്തരം പറഞ്ഞത്. ഞാനിപ്പോൾ പഴയ പരിപാടിയെല്ലാം നിർത്തി. ഇപ്പോൾ ഒരു ഓട്ടോ വാങ്ങി. അതിൽ ചെറിയൊരു വരുമാനം കിട്ടും. ചായ കുടിച്ചുകൊണ്ട് സനൂപ് പറഞ്ഞു. അപ്പോൾ അശ്വതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തൊക്കെ പറഞ്ഞാലും ഒളിച്ചോട്ടം വേണ്ടായിരുന്നു. ബന്ധുക്കളെയൊക്കെ കൂട്ടി സംസാരിച്ച് നോക്കായിരുന്നില്ലേ? എനിക്കങ്ങനെ വീടും വീട്ടുകാരും ഇല്ല ചേട്ടാ. പള്ളിവക അനാഥാലയത്തിലാണ് ഞാൻ പഠിച്ചതും വളർന്നതും. ഞാനും സനൂപ് +2 ഒരു സ്കൂളിലായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ ഇഷ്ടം. പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിവകയിലൊരു കൈത്തറി യൂണിറ്റിൽ സെയിൽസ് സ്കെയിലായി കയറി. സനൂപ് പലവട്ടം അവിടുത്തെ മദറിനോട് വന്ന് സംസാരിച്ചതാ. പക്ഷേ ഇവൻ്റെ ഒടുക്കത്തെ കുടിയും കഞ്ചാവ് പിടിച്ചപ്പോഴുള്ള പണ്ടത്തെ ലുക്കും കണ്ട് മദറമ്മ അപ്പം തന്നെ കയറ്റോട്ടടിച്ചു. പിന്നീട് ഇവൻ കുടിയെല്ലാം നിർത്തി വന്നപ്പോൾ അവർ പ്രണയവിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഓർഫനേജിലൊരു കുട്ടി അങ്ങനെ ചെയ്താൽ എല്ലാവരും അത് പിന്തുടരുമെന്ന് പറഞ്ഞ് അവർ സമ്മതിച്ചില്ല. തെറ്റാണെന്ന് അറിയാം, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇവൻ്റെ കൂടെ വന്നത്. സ്മിത ചേച്ചി എവിടെ? സുഖല്ലേ ചേച്ചിക്ക്? വർണ്ണ സനൂപിനോട് ചോദിച്ചതും ദത്തൻ അവളെ ഒന്ന് നോക്കി. അസൂയയും കുശുമ്പും നല്ല രീതിയിൽ തന്നെ അവളുടെ മുഖത്തുണ്ട്. സ്മിത പോയി. നിങ്ങൾ പോയതിന് 1 ആഴ്ച കഴിഞ്ഞാണ് തോന്നുന്നു.
അവൾ തന്നെ അളിയനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം അളിയൻ വന്ന് അവളെ കൊണ്ടും പോയി. അത് കേട്ടതും വർണ്ണയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, സമയം കുറച്ചായി. അമ്മ അവിടെ ഒറ്റയ്ക്ക, അച്ഛൻ വരാൻ 8 മണി കഴിയും. സനൂപും അശ്വതിയും യാത്ര പറഞ്ഞിറങ്ങി. ചേച്ചിക്ക് മുല്ലപ്പൂ വേണോ? മാവിലേക്ക് ചൂണ്ടി വർണ്ണ ചോദിച്ചു. മാവിൽ പടർന്നു കയറിയ മുല്ലമുട്ട് സനൂപ് തന്നെ പറിച്ചു കൊടുത്തു. അതിൽ പകുതി വർണ്ണക്ക് കൊടുത്തു. അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അശ്വതി നിർബന്ധിച്ചു. അവർ രണ്ടുപേരും ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കി മുറ്റത്ത് വർണ്ണയും ദത്തനും നിന്നു. നമുക്ക് ലവ് മാരേജ് മതിയായിരുന്നില്ലേ ദത്ത? അവൾ കയ്യിലെ മുല്ലപ്പൂവും മണത്തുകൊണ്ട് ചോദിച്ചു. അതെന്താ അങ്ങനെ? അല്ല, ഈ പ്രണയിച്ച് നടക്കുന്ന നല്ല രസമായിരിക്കൂലേ? ഈ കഥകളിൽ സിനിമയിലൊക്കെ അങ്ങനെയല്ലേ, നാട്ടിലെ പ്രധാന തമ്മാടിയെ പ്രണയിക്കുന്ന നായിക. എന്നാൽ അവൾ അറിയാതെ നമ്മുടെ തമ്മാടി നായകൻ അവളെ പ്രണയിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം നായികയെ ആരെങ്കിലും ഉപദ്രവിക്കും, നമ്മുടെ നായകൻ രക്ഷിക്കും. ഫൈറ്റ്, ചേസ്, സോങ്, അവസാനം അവർ തമ്മിൽ റൊമാൻസ്. ഓഹോ, പക്ഷേങ്കിലേ അതൊക്കെ അങ്ങ് കഥയിൽ മാത്രം, ജീവിതത്തിൽ നോവേ. പിന്നെ എൻ്റെ കുട്ടിയോട് ആരാ പറഞ്ഞത് ലവ് മാരേജ് മാത്രം അടിപൊളിയെന്ന്? അറേഞ്ച് മാരേജ് ചെയ്തവർ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ. ലവ് ഓർ അറേഞ്ച്ഡ് മാരേജിൽ ഏതായാലും രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിക്കുന്നില്ല കാര്യം. അത് പറഞ്ഞ് അവളുടെ തോളിലൂടെ കൈയിട്ട് ദത്തനകത്തേക്ക് നടന്നു. പിന്നെയും പറഞ്ഞ പലവട്ടം തറവാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നുവെങ്കിലും ഷെലിവിൻ്റെയും ഭദ്രയുടെയും പിറന്നാളിന് പോകുമെന്ന് പറഞ്ഞ് ദത്തൻ സമാധാനപ്പെടുത്തി. ചെറിയൊരു പനിയുള്ളതിനാൽ രാത്രി കഞ്ഞിയാണ് കുടിച്ചത്. വർണ്ണ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞുവെങ്കിലും ദത്തൻ അതിന് സമ്മതിക്കാതെ മുഴുവനും കഴിപ്പിച്ചു. രാത്രി ദത്തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് വർണ്ണ. ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടുന്നുണ്ട്. ദത്ത, നമുക്ക് ആമി ചേച്ചിയെ അമ്മായിയും കാണാൻ ഒരു ദിവസം പോകണം കേട്ടോ. പിന്നെ മാമന് പണ്ടത്തെ പോലത്തെ ദേഷ്യമൊന്നുമില്ല, നിന്നെ പേടിച്ചിട്ടായിരിക്കും. അല്ല ദത്ത, നിമ്മി ചേച്ചിയുടെ കാര്യം എന്തായി? നിനക്ക് മുത്തശ്ശിയോട് പറഞ്ഞൂടെ ശ്രീയേട്ടൻ്റെയും നിമ്മി ചേച്ചിയുടെയും കാര്യം? അപ്പോൾ പാർട്ടിയുടെയും ധ്രുവേട്ടൻ്റെയും കല്യാണത്തിനൊപ്പം അവിടെയും നടത്തിക്കൂടെ? അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അഭി നൽകിയ ഷോക്കിൽ നിന്ന് നിമിക്ക് അത്ര പെട്ടെന്ന് പുറത്തു വരാൻ കഴിയില്ല. മാത്രമല്ല, ശ്രീ അവളെ സ്നേഹിക്കുന്ന കാര്യം നിമിക്ക് അറിയുകയില്ലല്ലോ. ആ പേടിനത് പറഞ്ഞൂടെ? അങ്ങനെ പെട്ടെന്ന് തുറന്നു പറഞ്ഞാൽ നിമ്മിയുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. സമയവും സന്ദർഭവും നോക്കി ശ്രീ തന്നെ എല്ലാം പറഞ്ഞോളൂ. അതൊന്നും ആലോചിച്ച് എൻ്റെ കുട്ടി തലവുണ്ടാക്കണ്ട. നാളെ ക്ലാസ്സിൽ പോകേണ്ടതല്ലേ, ഉറങ്ങിക്കോ. എനിക്ക് വയ്യതെത്താം, പനിയാ, അതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഉറങ്ങാതെ നാളെ ക്ലാസ്സിൽ പോയാൽ ഉറക്കം വരും, മിസ് വഴക്ക് പറയും. ആണോ? എന്നാൽ നമുക്ക് അതൊന്നും അറിയണമല്ലോ. പനി മാറിയില്ലെങ്കിൽ എൻ്റെ കുട്ടി പോകണ്ടട്ടോ. ദത്തൻ തൽക്കാലം അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അല്ലെങ്കിൽ മടിച്ച് ക്ലാസ്സിൽ പോകാൻ മടിച്ച് രാവിലെ വരെ ഉറങ്ങാതെ കിടക്കും. ദത്ത, പാട്ട്, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് അറിഞ്ഞൂടെ കുഞ്ഞ്, എനിക്ക് പാടാൻ അറിയില്ലെന്ന്. ഞാൻ ഫോണിൽ വെച്ച് തരാം. വേണ്ട, നീ പാടണം. എനിക്കറിയില്ലടാ കുഞ്ഞാ. എന്നാൽ ഞാൻ ഉറങ്ങില്ല. ദേ കുഞ്ഞെ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഈ ഇടിയായി നിനക്ക് വാശി വല്ലാതെ കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനെപ്പോഴും പറയും പോലെ എൻ്റെ ഗതി അവസാനം സുമിത്ര ചേച്ചി പോലെ ആവും. എനിക്കറിയാം, എൻ്റെ ചെറിയ ആഗ്രഹം പോലും സാധിച്ചു തരാൻ വയ്യല്ലേ. വർണ്ണ പിണക്കത്തോടെ തിരിഞ്ഞു കിടന്നതും ദത്തൻ താലയെ കൈവച്ച് പോയി. ദത്തൻ്റെ കുഞ്ഞേ, പൊന്നേ, പഞ്ചാരേ, ചക്കരക്കുട്ടി, ഇങ്ങനെ പിണങ്ങാതെ. എൻ്റെ പൊന്ന് പറഞ്ഞ ദത്തന് ഒന്നല്ല 1000 പാട്ട് പാടും. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ പിണക്കം അത് മാത്രമേ ദത്തന് സഹിക്കില്ല. അവളെ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. സത്യമായിട്ടും പാടുമോ? പക്ഷെ എന്നും നിൻ്റെ ഈ വാശിക്ക് നിൽക്കുന്നു കരുതണ്ട കേട്ടോ. അത് പറഞ്ഞതും വർണ്ണ എണീറ്റ് അവൻ്റെ മേലേക്ക് കയറി കിടന്നു. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചതും വർണ്ണ അവൻ്റെ ചുണ്ടിലായി ഒന്ന് ഉമ്മ വെച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ദത്തൻ അവളുടെ പുറത്ത് പതിയെ താളമിട്ടുകൊണ്ട് പാടാൻ തുടങ്ങി. നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നു